കോളടിച്ചല്ല, എല്ലാവർക്കും കല്യാണത്തിനുള്ള ഉടുപ്പുകളാണ്. മാധവട്ടൻ എടുത്തു തന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. ഇഷ്ടമുള്ളത് നോക്കി എടുത്തിട്ട് ബാക്കി തിരിച്ചു കൊടുത്താൽ മതി. എന്താ, ആർക്കൊന്നും വേണ്ടേ? ആ, ഒന്ന് വേഗം നോക്കിയെടുക്കുന്നേ. എനിക്ക് കട അടക്കുന്നതിന് മുമ്പ് തിരിച്ചുകൊണ്ടേ കൊടുക്കാനുള്ളതാ. മാധവേട്ടനൊക്കെ മറന്നോ? ഞങ്ങളോട് പറഞ്ഞത് ഉറപ്പ് തന്നതൊക്കെ? അന്ന് തിരുവനന്തപുരത്ത് പോയിന്നും IAS കാരനെ കണ്ട് ഉറപ്പിച്ചു എന്നൊക്കെ കള്ളം പറഞ്ഞത് ഈ കള്ളുകൂടിയും വയസ്സും പ്രൊഫസർ സീതേച്ചിയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിട്ടാ. സമ്മതിക്കില്ല ഞങ്ങള്. സീതേച്ചി വെറും പാവായതുകൊണ്ട് എന്തും അനുസരിപ്പിക്കാന്ന് കരുതണ്ട. ഈ കല്യാണം നടക്കില്ല, ഞങ്ങൾ നടത്തിക്കില്ല. നടത്തൂടി, ഞാൻ നടത്തൂടി. സീതയുടെ മാത്രമല്ല, വേണ്ടി വന്നാ നിന്റെ ഇവളുടെ അവളുടെ ഒക്കെ കല്യാണം ഞാൻ എന്റെ ഇഷ്ടത്തിന് നടത്തും. തടയാൻ പറ്റുമോ നിനക്കൊക്കെ? ഞങ്ങള് സമ്മതിക്കില്ല പോലും. ആരൊക്കെയാണ് ഞങ്ങള്? ആരൊക്കെയാണ് നിങ്ങള്? ഈ വീട്ടിലുള്ളവരെ ഞങ്ങള് നിങ്ങളെന്നൊക്കെ തിരിച്ചു കാണാൻ തുടങ്ങിയത് എന്ന് മുതലാടി? എങ്കിൽ അങ്ങനെ തന്നെ വെച്ചോ. നിങ്ങൾ ഒരുത്തിയും വരണ്ട എന്റെ സീതയുടെ കല്യാണത്തിന്. വരണ്ട. മാധവേട്ടൻ, അവിടെ എല്ലാവരും മാധവേട്ടനെ തിരക്കുന്നു. എന്നെ യാത്രയാക്കാൻ ഏട്ടൻ വരണ്ട. ഏട്ടനെ ഈ നിലയിൽ കണ്ടുകൊണ്ട് എനിക്ക് യാത്ര ചോദിച്ചു പോകാനും പറ്റില്ല. അതുകൊണ്ട് ഏട്ടൻ പുറപ്പെട്ടോളൂ. എന്റെ കുട്ടി, നീ ഏട്ടനോട് ക്ഷമിക്കണം. നിന്റെ കല്യാണം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഏട്ടന്റെ മനസ്സിൽ. അതിപ്പോ ഇങ്ങനെയൊക്കെ ആയിപ്പോയതില് നീ ഏട്ടനെ വെറുക്കരുത്, ശപിക്കുകയും ചെയ്യരുത്. എന്താ ഏട്ടനീ പറയണേ? എന്റെ ഏട്ടനെ ഞാൻ ശപിക്കേ, വെറുക്കേ? എനിക്കറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയില്ലല്ലോ എന്റെ ഏട്ടനെ. ഏട്ടൻ എത്രയും വേഗം വീട്ടിലേക്ക് ചെല്ല്. അവരൊക്കെ അവിടെ വിഷമിച്ചിരിക്കുകയാവും. ഞങ്ങളെ ആരും ഒന്നും നുള്ളി വേദനിപ്പിക്കുക പോലും ചെയ്യാത്ത ഏട്ട് അമ്മൂനെ അടിച്ചു. പാവം, അതിലവൾക്ക് വഴക്കും പരിഭവവും ഉണ്ട്. ഈ വഴക്കൊക്കെ എനിക്ക് വേണ്ടിയാണെന്ന് അറിയുമ്പോഴാ എനിക്ക് സങ്കടം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏട്ടൻ പോണം. അവളെ ചെന്ന് സമാധാനിപ്പിക്കണം. എനിക്ക് വേണ്ടി മാപ്പും പറയണം. എന്റെ മനസ്സ് നിറയെ നന്മയാണ് കുട്ടി. നിനക്ക് നല്ലതേ വരും, നല്ലത് മാത്രമേ വരും. അമ്മോ, ഗായത്രി, അമ്മോ, നിങ്ങൾ എന്താ പറഞ്ഞത്? ഈ വിവാഹം നടത്താൻ സീതയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു, ഞാൻ നിർബന്ധിച്ചുകൊണ്ടാണ് അവൾ സമ്മതിച്ചതെന്നല്ലേ? എന്നാ കേട്ടോളൂ, ഈ വിവാഹം നടന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവളാ. അത് നിങ്ങളോട് പറയാൻ എന്നോട് അവൾ പ്രത്യേകം പറഞ്ഞയക്കുകയും ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടി, അമ്മൂനെ തല്ലിയതിന് ഞാൻ അവളോട് മാപ്പ് ചോദിക്കണമെന്ന്. എവിടെ അവള്? വിളിക്ക്. ഇരുന്ന് കരയായിരിക്കല്ലേ? ഞാൻ തന്നെ വിളിക്കാം. അമ്മോ, സീത ചേച്ചി എന്താ പറഞ്ഞാച്ചെന്നറിയോ? ഞാൻ നിന്നോട് വന്ന് മാപ്പ് ചോദിക്കണമെന്ന്. അമ്മോ, എവിടെ അവള്? എവിടെന്ന്? ഭാർഗവമ്മേ, അമ്മ എവിടെന്ന്?
ആ നിങ്ങളോടല്ലേ ചോദിക്കുന്നത്? അമ്മ എവിടെയെന്ന്? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചോ. വെല്ലുവിളിച്ചതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. മാമംഗലത്ത് മാധവൻകുട്ടിയുടെ പെങ്ങളെ വിളിച്ചിറക്കി താലി കെട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. ഇന്നു മുതൽ ഇവൾ എന്റേതാ, എന്റേത് മാത്രം. ഫസ്റ്റ് ഗിയർ ഇട്ടു. വന്ന് ഞങ്ങളെ രണ്ടാളെ വെട്ടിക്കൊല്ല്. ഇനി ഞങ്ങൾക്ക് ചത്താലും ഒന്നുമില്ല. അതെന്താ വേണ്ടെന്നാ പറഞ്ഞത്? അരിങ്ങളെ തുടരാൻ ഞാൻ വിട്, വിട്, അയാളെ ഇങ്ങോട്ട് വിട്. അങ്ങനെ ഇങ്ങോട്ട് വിടല്ലേ? മുറുകെ പിടിച്ചോ. നോക്കിക്കാ, വണ്ടി എടുക്കണോ? കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. അയ്യോ കാക്കച്ചി കൊത്തി പോകും. നോക്കി വെച്ചൊരു കാരകാരപ്പഴം നോട്ടം തെറ്റിയ പോകും. അയ്യോ നോട്ടം തെറ്റിയ പോകും. നോട്ടം തെറ്റിയ പോകും. അയ്യോ നോട്ടം തെറ്റിയാൽ പോകും. പോകുമല്ല, പോയി. എവിടെ പോയിന്ന്? എടാ നിന്നെ പറ്റിട്ടല്ലടാ കാക്കയെ ഞാൻ പറഞ്ഞത്. ഇത് പറക്കണ കറുത്ത കാക്ക. കാക്കയുടെ പൂച്ചനും കഥ പറയാൻ വന്നതല്ലേ? നിങ്ങളുടെ മോൻ മാധവൻകുട്ടി കാത്തു സൂക്ഷിച്ചു പറഞ്ഞ കുറെ പെമ്മക്കളാ. അതിലൊരെണ്ണത്തിന് തട്ടിക്കൊണ്ട് പോയി. അമ്മുക്കുട്ടിയെ. ആര്? നിങ്ങളുടെ ശത്രുവിന്റെ മോൻ ബാലേന്ദ്രൻ. മാത്രമല്ല താലികെട്ടി അവളെ കൊണ്ട് വീടിന് മുന്നിൽ വന്ന് മാധവൻകുട്ടിയെ വെല്ല് വിളിച്ചിട്ടും പോയി. എല്ലാത്തിനെയും ഞാൻ കൊല്ലും. എനിക്ക് ലൈസൻസ് കിട്ടിയത് വണ്ടി ഓടിക്കാൻ മാത്രല്ല. അച്ഛനിത് എന്തിനുള്ള പുറപ്പാടാ? പോയേ, അച്ഛൻ അങ്ങോട്ട് പോയേ. വെറുതെ ആവശ്യമില്ലാത്തതിനൊന്നും പോയി ചാടണ്ട. മാറി നിക്കടി. നിക്കാൻ, അച്ഛനോട് നിക്കാനല്ലേ പറഞ്ഞത്? അച്ഛൻ ഇത് എന്ത് കരുതിയിട്ടാ അവിടെ ചെന്ന് ചോദിക്കാൻ പോണത്? അമ്മു ചേച്ചി ചേച്ചിയുടെ സ്വന്തം ഇഷ്ടത്തിന് ബാലേട്ടന്റെ കൂടെ ഇറങ്ങി പോയതാണെങ്കിലോ? ആണെങ്കിൽ അവളെ ഞാൻ കുത്തിമലത്തും. പാടജപാറേ. അല്ല പിള്ളച്ചേട്ടാ, കുട്ടികൾ പറയുന്ന കാര്യമുണ്ട്. അവനും അവളും തമ്മിൽ പ്രേമത്തിലായിരുന്ന സ്ഥിതിക്ക് നമ്മളെ ഒന്ന് ചോദിച്ചാൽ അത് കച്ചറാവില്ല. അതിന് ചോദിക്കാനും പറയാനും ഒന്നല്ല ഞാൻ പോണത്. അവളെ തൂക്കിയെടുത്തുകൊണ്ട് പോരാനാ. അങ്ങനെ എന്റെ മോൻ മാധവൻകുട്ടിയെ തോൽപ്പിക്കാമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ തൂക്കിക്കൊണ്ടുവരേണ്ടത് ഇവളല്ല പിള്ളച്ചേട്ടാ, മറ്റവളെയാ. മറ്റവള? ഏത് മറ്റവള്? അവന്റെ ഒരു പെങ്ങളില്ലേ ഗൗരി, അവളെ. എന്താ? എന്റെ പിള്ളച്ചേട്ടാ, മാധവൻകുട്ടിയുടെ പെങ്ങളല്ലേ അവൻ തട്ടിക്കൊണ്ട് പോയത്. ആ, അതിന് പ്രതികാരം ചെയ്യണമെങ്കിൽ അവന്റെ പെങ്ങളെ മാധവൻകുട്ടി തട്ടിക്കൊണ്ട് വരട്ടെ. ആ മാധവൻകുട്ടിയുടെ തല അവരുടെ മുമ്പിൽ കുനിയാതിരിക്കണമെങ്കിൽ, അവനും അവന്റെ അച്ഛനും അമ്മയും മാധവൻകുട്ടിയുടെ മുമ്പിൽ വന്ന് തലകുനിച്ച് നിൽക്കണമെങ്കിൽ അവളെ മാധവൻകുട്ടി തട്ടിക്കൊണ്ട് വരണം. മാധവൻകുട്ടി തട്ടിക്കൊണ്ടുവരുമോ? ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവരും. നമ്മളോ? ആ പിള്ളച്ചേട്ടൻ ധൈര്യമായിട്ട് പറ. ആ പെണ്ണിനെ തൂക്കി എടുത്തുകൊണ്ടൊന്ന് മാധവൻകുട്ടിയുടെ കാലിലിടുന്ന കാര്യം ജബ്ബാറേറ്റ്. ബാക്കിയൊക്കെ മാധവൻകുട്ടി ചെയ്തോളണം. എന്താ എന്ത് ത്യാഗം സഹിച്ചും ആ പെണ്ണിനെ ഇന്ന് രാത്രി നമ്മൾ പൊക്കുന്നു. ഓക്കെ? എന്താ വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. വേണ്ടെന്നാരാ പറഞ്ഞത്? ഓക്കെ, ഓക്കെ. ഓക്കെ.